ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 29ാമത്തെ ശ്ലോകം നോക്കാം. തമന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയോരുദത്യോ ദദൃശു സമേതാ. തമന്തരിക്ഷാത്, തം അന്തരിക്ഷാത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തം അന്തരിക്ഷാത്. തം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ആ അസുരനെ, തൃണാവർത്തൻ എന്ന അസുരനെ അന്തരിക്ഷാത്, അന്തരീക്ഷത്തിൽ നിന്ന് അഥവാ ആകാശത്തിൽ നിന്ന് പതിതം എന്ന് പറഞ്ഞാൽ വീണവൻ, അന്തരീക്ഷത്തിൽ നിന്ന് വീണവൻ. തൃണാവർത്തൻ അങ്ങനെ മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് വീഴുകയായിരുന്നു. എങ്ങോട്ടേക്ക്? ശിലായാം, ശിലയുടെ മുകളിലേക്ക്, വലിയ പാറകളുടെ, കല്ലിൻ്റെ മുകളിലേക്കാണ് തൃണാവർത്തൻ വന്ന് വീഴുന്നത്. അപ്പോഴും ആ തൃണാവർത്തൻ്റെ മുകളിൽ ആരുണ്ടെന്ന് നമ്മൾ കണ്ടു? നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനുണ്ട്, ആ കൃഷ്ണ ഭഗവാൻ, ആ കൃഷ്ണനുണ്ണി. യാതൊന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ ആ തൃണാവർത്തൻ്റെ കഴുത്തിൽ മുറുക്കെ പിടിച്ചങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ആ തൃണാവർത്തൻ ആ വലിയ കല്ലുകളുടെ മുകളിലേക്ക് വന്നങ്ങോട്ട് പതിച്ചു. പിന്നെ വിശീർണ സർവാവയവം കരാളം. വിശീർണം, ശീർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊടി അല്ലേ. വിശീർണം, വളരെ പൊടിഞ്ഞുപോയി. എങ്ങനെ? സകല സർവാവയവം, സർവം എന്ന് പറഞ്ഞാൽ സകല അവയവം, എല്ലാ അവയവങ്ങളോടും കൂടി എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും പൊടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആ അസുരൻ വന്നു വീണ ആ പാറയുടെ വലുപ്പം ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള വലിയൊരു, അപ്പോൾ അസുരനെ എവിടെ വീഴിക്കണമെന്നുള്ളത് പോലും ഭഗവാന് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയമുണ്ടായിരുന്നു, ഒരു സങ്കല്പമുണ്ടായിരുന്നു. ആ അസുരൻ, തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ വന്ന് വലിയൊരു പാറയുടെ മുകളിലേക്ക്, കല്ലിൻ്റെ മുകളിലേക്ക് വന്നു വീണു. ആ അസുരൻ്റെ സർവ്വ അവയവങ്ങളും പൊടിയായി. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു പതനമാണ് ഉണ്ടായത്. കരാളം, കരാളം എന്ന് പറഞ്ഞാൽ ഭയങ്കരനാണ്, ഭയങ്കരനായിട്ടുള്ള ആ അസുരൻ. പിന്നെ പുരം യഥാ രുദ്രശരേണ വിദ്ധം. പുരം യഥ എന്ന് പറഞ്ഞാൽ, യഥ എന്ന് പറഞ്ഞാൽ എന്ന പോലെ. അപ്പോൾ പുരം യഥ, പുരം പോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രിപുരന്മാരുടെ പുരം പോലെ. ഇവിടെ രണ്ട് തരത്തിലുള്ള അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ അസുരനെ വിശേഷിപ്പിക്കാൻ രണ്ട് കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ആ അന്തരീക്ഷത്തിൽ നിന്ന് താഴെ പതിച്ചവനും, അതേപോലെ സകല പതിച്ചിട്ട് സർവ്വ അവയവങ്ങളും പൊടിഞ്ഞു പോയവനും. അതേ അസുരനെക്കുറിച്ച് ഒന്നുകൂടി വിശേഷിപ്പിച്ചു. വളരെ ഭീകരനായിരുന്നു, ദുഷ്ടനായിരുന്നു അല്ലെ. കരാളം എന്ന് പറഞ്ഞ ഭയങ്കരനായിരുന്ന ആ അസുരൻ കല്ലിന്മേൽ വന്നു പതിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ത്രിപുരന്മാരുടെ പുരം എപ്രകാരമാണോ രുദ്രശരേണ വിദ്ധം. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവന്, രുദ്രശരേണ ആ പരമേശ്വരൻ്റെ ശരത്താൽ വിദ്ധം എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടത്. അത് എപ്രകാരമാണോ ആ വലിയൊരു പുരത്തെ, ആ ത്രിപുരന്മാരുടെ പുരത്തെ പരമേശ്വരൻ്റെ ഒരു ശരം എപ്രകാരമാണോ ഭേദിച്ചത്. ഇവിടെ ഭഗവാന്റെ ഒരു അംഗസ്പർശം കൊണ്ട് തന്നെ ആ വലിയൊരു അസുരൻ അങ്ങനെ സർവ്വ അവയവങ്ങളും എന്താ പറയുക, പൊടിഞ്ഞ പോയവനായിട്ട്, സർവത്ര ഭേദിക്കപ്പെട്ടവനായിട്ട് തീർന്നു. അങ്ങനെയുള്ള ആ എപ്രകാരമാണോ പരമേശ്വരൻ്റെ ശരത്താൽ ത്രിപുരന്മാരുടെ പുരം ഛേദിക്കപ്പെട്ടത്, അപ്രകാരം ഭഗവാന്റെ ആ ഒരു സാമീപ്യം കൊണ്ട് തന്നെ, വലിയൊരു കാരുണ്യം കൊണ്ട് തന്നെ, ഒരു തവണ മാത്രമേ ഭഗവാന്റെ സ്പർശമേൽക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിൽ പോലും ആ ഒരു തവണത്തെ സ്പർശം കൊണ്ട് തന്നെ തൻ്റെ സർവ്വ അവയവങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് ഭഗവാനിലേക്ക് ചേർക്കാൻ ഭഗവാൻ ആ കാരുണ്യം കാണിച്ചു എന്നുള്ളത്, ആ കാരുണ്യം ഇവിടെ തൃണാവർത്തൻ എന്ന അസുരനോട് മാത്രമല്ല, ഇനി ആ ഗോപസ്ത്രീകൾക്ക് ഈ ഒരു അനുഗ്രഹത്തെ, ഭഗവാൻ തൃണാവർത്തന് കൊടുത്ത അനുഗ്രഹത്തെ
ഇവരുടെ മുൻപിൽ ഒരു കണ്ണുകൾക്ക് ഒരു അനുഗ്രഹമാക്കിക്കൊണ്ട് ഭഗവാൻ കാണിക്കുകയാണ്. അടുത്ത ഇതിൽ പറയുകയാണ്, സ്ത്രീയോരുദത്യോ ദദൃശു സമേത. സ്ത്രീയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, രുദത്യഹ എന്ന് പറഞ്ഞാൽ വളരെ കരയുന്നവരായിട്ട് വാവിട്ട് കരയുകയാണ് ഇവിടെ. എന്താ തങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്? ആ കല്ലുകളുടെ മുകളിൽ അങ്ങനെ തൃണാവർത്തൻ വന്ന് പതിച്ചു കിടക്കുന്നു. അതിൻ്റെ മുകളിൽ, പൂതനയുടെ മുകളിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിലിരുന്ന ആ ബാലനുണ്ണിയെപ്പോലെ, ആ ബാലകൃഷ്ണനെപ്പോലെ ഇവിടെ ഇതാ ഈ ഒരു ഉണ്ണിക്കണ്ണൻ ആ തൃണാവർത്തൻ്റെ മുകളിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇതാ ഇരിക്കുന്നു. തങ്ങളുടെ മുൻപിൽ വന്ന് പതിച്ച ആ ഘോരമായ അസുരൻ. പക്ഷെ അതും ഇവിടെ പൊടിയായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്, അസുരൻ്റെ ശരീരഭാഗങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഏതൊരു പൊടിയുടെ രൂപത്തിൽ, ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലാണോ ഈ ഗോപസ്ത്രീകളെ അല്ലെങ്കിൽ ഗോകുലത്തിലുള്ളവരുടെയൊക്കെ കണ്ണു പൊത്തിക്കൊണ്ട് ഭഗവാനെ അപഹരിക്കാൻ ശ്രമിച്ചത്, ആ അസുരനെ ഭഗവാൻ സ്വയം തൻ്റെ ആ ഒരു സ്പർശത്തിൻ്റെ കേമത്വം കൊണ്ട് തന്നെ, മഹത്വം കൊണ്ട് തന്നെ പൊടിയാക്കി മാറ്റി. എന്നിട്ടോ അവിടെയാകട്ടെ നമ്മുടെ പൊന്നുണ്ണിയും ഇരിപ്പുണ്ട്. പക്ഷെ അത് കണ്ട സ്ത്രീകൾ ഈ അസുരൻ്റെ ദേഹം പൊടിയായി വീഴുന്നത് കണ്ട് അവിടെ ഗോകുലത്തിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഉറക്കെ കരഞ്ഞു. അവിടെ സ്ത്രീകൾ മാത്രമല്ല, സമേത. എങ്ങനെ? ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ഇത് കണ്ടിട്ടാണ് അവർ കരയുന്നത് അല്ലേ. ഈ ഒരു ഭഗവാന്റെ ഈ ഒരു ലീല കണ്ടിട്ട് അവർ കരയുകയാണ് ഉറക്കെ ഭയന്നിട്ട്. എന്ന് തന്നെയല്ല, സമേത എന്ന് പറഞ്ഞാൽ അവിടെ വന്നു ചേർന്നവരും കൂടി കരഞ്ഞു. ഭഗവാനെ അന്വേഷിച്ച്, ഭഗവാനെ മാത്രം കാണുന്നില്ല. ഈ പൊടിയൊക്കെ ഒന്ന് അടങ്ങാൻ തുടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും, തങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരുന്നവരൊക്കെയും അവിടെ തന്നെയുണ്ട്. കാണാതെ ഇരുന്നത് ഈ പൊന്നുണ്ണിക്കണ്ണനെയാണ്. അപ്പോൾ അതന്വേഷിച്ച് ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നു ചേർന്നവരും തങ്ങളുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരുന്നവരും എല്ലാവരും ചേർന്നിരിക്കുകയാണ്. അവരൊക്കെയും ഈ ഒരു കാഴ്ച കണ്ട് കണ്ണുകൾക്ക് കുളിർമയാണോ, ആ കുളിർമ നൽകുന്നതിന് മുൻപുണ്ടാകുന്ന ആദ്യത്തെ ആ ഒരു ഭീതിതമായ ഒരു അവസ്ഥ കണ്ണുകളുടേത്, ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഗോപസ്ത്രീകളും ഗോകുലത്തിലുള്ളവരുമൊക്കെ വലിയവായിലെ കരഞ്ഞുപോയത്. നമ്മൾ ഏതൊരു കൊടുങ്കാറ്റിന് മുൻപും കൊടുങ്കാറ്റിന് ശേഷവും ഉണ്ട് ഒരു ശാന്തത അല്ലേ. ശാന്തമായി നീങ്ങിയിരുന്ന ആ ഗോകുലത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് വന്നത്. ആ കൊടുങ്കാറ്റ് അങ്ങോട്ട് അടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ശാന്തഭാവത്തിലേക്ക് എല്ലാം എത്തുന്നു. അപ്പോൾ ആ രണ്ടാമത് വരുന്ന ശാന്തതയ്ക്ക് മാധുര്യമേറും. കാരണം ആദ്യത്തെ ശാന്തത അതിൻ്റെ സ്വാഭാവികമായ ഒരു ഭാവമാണ്. അതിന് പെട്ടെന്നൊരു ചാഞ്ചല്യം സംഭവിച്ചതിന് ശേഷം വരുന്ന ശാന്തതയ്ക്ക്, അശാന്തമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷം വരുന്ന ശാന്തതയ്ക്ക് മാധുര്യമേറുന്നതുപോലെ ഇവിടെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ നിമിഷങ്ങൾക്ക്, ഇനിയും വരാൻ പോകുന്ന നിമിഷങ്ങളിൽ കണ്ണുകൾക്ക് അതൊരു സായുജ്യമാണ്, സുഹൃതമാണ്. ഇപ്പോഴാകട്ടെ ഈ ഭീകരമായ കാഴ്ച കണ്ട് കണ്ണുകളൊക്കെയും ഭയവിഹ്വലരായി അങ്ങനെ വലുതായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോകുലത്തിലുള്ളവർ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തമന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രിയോരുദത്യോ ദദൃശു സമേത. ഇനിയും ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തമന്തരിക്ഷാതാണ് അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ രണ്ടാമത്തെ വരിയിൽ വിശീർണ സർവ അവയവമാണ്. വിശീർണ സർവാവയവം, അത് ശ്രദ്ധിച്ച് വായിക്കുക, ആ സർവ അവയവം എന്നുള്ളത്. പിന്നെ സ്ത്രീയോ രുദത്യോ ദദൃശു സമേത. ദദൃശു അവിടെ വിസർഗമുണ്ട്, സമേത അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക, ദീർഘം കൊടുക്കാനും മറക്കണ്ട. ഇനി അടുത്ത് നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. പ്രാദായ മാത്രേ പ്രതിഹൃത്യ വിസ്മിത കൃഷ്ണം ച തസ്യോരസി ലംബമാനം തം സ്വസ്തിമന്തം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം.
പ്രാതായ മാത്രേ പ്രതിഹൃത്യ വിസ്മിത. പ്രാതായ എന്ന് പറഞ്ഞാൽ പ്രാതായ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ എടുത്തിട്ടെന്ന്, അതായത് വളരെ ദിവ്യമായിട്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് വാരിയെടുക്കുക അല്ലേ. ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഞെട്ടൽ, അങ്ങനെ ആ ഒരു അസുരൻ്റെ ശരീരം ഛിന്ന ഭിന്നമായിട്ട് പൊടി പൊടിയായിട്ട് വന്ന് വീഴുന്ന അസുരൻ്റെ ശരീരത്തിൻ്റെ മുകളിലിരിക്കുന്ന തങ്ങൾ ഇത്ര നേരവും തങ്ങളുടെ കണ്ണുകൾ തേടിക്കൊണ്ടിരുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ആ ഒരു സ്തബ്ധാവസ്ഥയിൽ നിന്നും ഇപ്പോൾ കുറച്ചൊക്കെ ആ ഒരു എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യ തലത്തിലേക്ക് മനസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തങ്ങളുടെ ആ ഒരു കണ്ണനെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. അതുകൊണ്ട് പ്രാതായ പോയി അങ്ങോട്ട് ആ ഉണ്ണിയെ വാരി അങ്ങോട്ട് എടുത്തു. മാത്രേ എന്ന് പറഞ്ഞാൽ മാതാവ് അമ്മയ്ക്കായിക്കൊണ്ട്, മാത്രേ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കായിക്കൊണ്ട്, പ്രതിഹൃത്യ എന്ന് പറഞ്ഞാൽ തിരിച്ചു നൽകുക എന്ന് ഇവിടെ പറഞ്ഞത്. കാരണം ആ ഏറ്റവും കൂടുതൽ ആ സമയത്ത്, കാരണം തൻ്റെ കയ്യിൽ കളിച്ചുകൊണ്ടിരുന്ന ഉണ്ണിയെ താഴെ ഇരുത്തിയിട്ട് കയറിപ്പോയ യശോദാമ്മയ്ക്ക് ഒരുപാട് വിഷമം കൂടുതലാണ് ആ സമയത്ത്. താൻ താഴ്ത്തി വെച്ചത് കൊണ്ടാണല്ലോ, തൻ്റെ കൈക്ക് ഭാരം കൂടുതൽ, തൻ്റെ മടിക്ക് ഭാരം കൂടുതൽ തോന്നിയത് കൊണ്ടാണല്ലോ ഉണ്ണിയെ താഴ്ത്തി വെച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സങ്കടകരമായ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് തന്നെ ഈ ഗോപസ്ത്രീകളൊക്കെ ഓടിച്ചെന്ന് ആ പൊന്നുണ്ണിക്കണ്ണനെ വാരിയെടുത്ത് അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് നൽകിയിട്ട്, പ്രതിഹൃത്യ എന്നാൽ തിരിച്ചു നൽകിയിട്ട് ഇവിടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, വിസ്മിത എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവരൊക്കെ. കൃഷ്ണം ച തസ്യോരസി ലംബമാനം. കൃഷ്ണം ച ആ കൃഷ്ണനെയും ആ കൃഷ്ണനുണ്ണിയെയും, തസ്യോരസി തസ്യ ഉരസി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തസ്യോരസി. തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ, ഉരസി എന്ന് പറഞ്ഞ മാറിടത്തിൽ, ലംബമാനം എന്ന് പറഞ്ഞാൽ ആ ആശ്രയിച്ചിരിക്കുന്ന. അപ്പോൾ ഇവിടെ ആ തങ്ങളുടെ മാറിൽ, ഇവിടെ ആ ഒരു തൃണാവർത്തൻ എന്ന അസുരൻ്റെ മാറിടത്തിൽ അതിനെ ആശ്രയിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു ആ പൊന്നുണ്ണി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തസ്യോരസ്യ ലംബമാനം. ആ അസുരനെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. സത്യത്തിൽ അസുരനെ ആശ്രയിക്കുകയല്ല, അസുരൻ ഈ നിലനിൽക്കുന്നത് പോലും ഈ ഭഗവാനിലാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന, ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെ തോന്നത്തക്ക വിധത്തിൽ, കാരണം ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ ആ കഴുത്തിൽ അങ്ങോട്ട് മുറുക്കി പിടിച്ചില്ലേ, ആ മുറുക്കി പിടിച്ചുകൊണ്ടാണല്ലോ തൃണാവർത്തന് ഭഗവാനിൽ ചേരാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചത്. ഭഗവാൻ അങ്ങോട്ട് മുറുക്കി തന്നോട് ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗോപസ്ത്രീകൾക്ക് എന്താ തോന്നുക, ആ അസുരനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ. ഇപ്പോൾ ആ അസുരൻ്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ അസുരൻ്റെ ദേഹത്തു നിന്നും, ആ പൊടിയായി കിടക്കുന്ന അസുരൻ്റെ ദേഹത്ത് നിന്നും വാരിയെടുത്ത് ആ ഉണ്ണിയെ തിരികെ യശോദാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവരങ്ങനെ എപ്പോഴും അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. തം സ്വസ്തിമന്തം പുരുഷാദനീതം. തം എന്ന് പറഞ്ഞാൽ അവനെ, ആരെ, നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ, സ്വസ്തിമന്തം എന്ന് പറഞ്ഞാൽ സ്വസ്ഥനായി കണ്ടിട്ട്, അതായത് ആ അസുരൻ്റെ കൈകളിൽ ഇരിക്കുമ്പോഴും, ഈ അസുരൻ്റെ ദേഹത്ത്, തവിട് പൊടിയായി കിടക്കുന്ന അസുരൻ്റെ ദേഹത്ത് ഇരിക്കുമ്പോഴും ഉണ്ണി വളരെ ശാന്തനാണ്, സുഖമായിട്ടിരിക്കുന്നുണ്ട്, സ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട്, അങ്ങനെയുള്ള ഉണ്ണിയാണ് തങ്ങൾ കാണുന്നതെന്ന് കണ്ടിട്ട്, പുരുഷാദനീതം എന്ന് പറഞ്ഞാൽ ഇവിടെ നീതം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകപ്പെട്ടത്, ആനീതം കൊണ്ടുവരപ്പെട്ടത്. അപ്പോൾ പുരുഷാദനീതം ആ രാക്ഷസനാൽ എടുത്തുകൊണ്ടു പോകപ്പെട്ടവനും, ആ തൃണാവർത്തനാൽ എടുത്തുകൊണ്ടു പോകപ്പെട്ടവനായിട്ടും ഉള്ള അങ്ങനെയുള്ള ആ ഉണ്ണി, വിഹായസ മൃത്യുമുഖാത് പ്രമുക്തം. വിഹായസ എന്ന് പറഞ്ഞാൽ ഈ
വിഹായസ എന്ന് പറഞ്ഞാൽ ആകാശം, വിഹായസ എന്ന് പറഞ്ഞാൽ ആകാശമാർഗത്തിലൂടെ ഉയർത്തിക്കൊണ്ട് പോകപ്പെട്ടവനും മൃത്യുമുഖാത് പ്രമുക്തം, മൃത്യുവിൻ്റെ മുഖത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗോപസ്ത്രീകളൊക്കെ വിചാരിക്കുന്ന എന്താ, ഭഗവാനെ ഈ അസുരൻ കൊന്നു കളഞ്ഞില്ലല്ലോ, അങ്ങനെയുള്ള മൃത്യുവിൻ്റെ വായിൽ നിന്നാണ് ഇപ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ ഉണ്ണിയെ കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ഭഗവാനെ ഏത് മൃത്യുവിനാണ് സ്പർശിക്കാനാവുക അല്ലേ? ഭഗവാന് ജനന മരണങ്ങളില്ലാത്ത ഇല്ലേ, ആദിയും അന്തവും ഇല്ലാത്ത ഒരു ചൈതന്യമാണ് ഭഗവാൻ. ആ ഭഗവാനെ എങ്ങനെയാണ് മൃത്യുവിന് സ്പർശിക്കാനാകുക? ബാക്കി ഭഗവാന്റെ സൃഷ്ടികളൊക്കെയും ഈ ഒരു മൃത്യു എന്ന ഒരു കടമ്പയിലൂടെ കടന്നുപോയി ഒടുവിൽ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാൻ എങ്ങനെയാണ് ഒരു മൃത്യു ഉണ്ടാവുക? പക്ഷെ ഇവിടെ ഗോപസ്ത്രീകൾ സാധാരണക്കാരാണ്. അവർ പറയുകയാണ്, മൃത്യുവിൻ്റെ വായിൽ നിന്നാണ് ഇപ്പോൾ ഈ ഉണ്ണി അങ്ങോട്ട് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. പ്രമുക്തം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ടവന്. അപ്പോൾ ഈ ഉണ്ണി ഇത്രയും ഘോരനായ രാക്ഷസൻ ആകാശമാർഗത്തിലൂടെ ഉയർത്തിക്കൊണ്ടുപോയി ആ പൊന്നുണ്ണിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചുവെങ്കിലും ആ മൃത്യുവിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് മോചിപ്പിക്കപ്പെട്ടവനായിട്ട് വന്നിരിക്കുന്ന ഈ ഉണ്ണിയാകട്ടെ പക്ഷേ താഴെ വീണ് തവിടുപൊടിയായി കിടക്കുന്ന ഈ അസുരൻ്റെ ദേഹത്തും വളരെ സ്വസ്ഥനായിട്ട് സുഖിയായിട്ട് ശാന്തഭാവത്തിലാണ് ആ ഉണ്ണി ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഉണ്ണിയെ വാരിയെടുത്ത് യശോദാമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ യശോദാമ്മയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് അപ്പോഴും പക്ഷേ ആ വാരിയെടുത്ത ഗോപസ്ത്രീകൾക്ക് അല്ലെങ്കിൽ വന്നു ചേർന്നവർക്ക് ഗോകുലത്തിലുള്ളവർക്കൊന്നും ആ ഒരു വിസ്മയകരമായ കാഴ്ചയെ അപ്പോഴും പൂർണ്ണമായി അങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് അപ്പോഴും ആ ഒരു ഭയവിസ്മയങ്ങൾ അങ്ങനെ തുളുമ്പി നിന്നു എന്നിവിടെ പറയുകയാണ്. ഇനിയും അതിൻ്റെ കൂടെ ഒരു വരിയും കൂടി ഈ ഒരു ശ്ലോകത്തിലുണ്ട്. ഗോപ്യശ്ച ഗോപ കില നന്ദമുഖ്യ ലബ്ധ്വാ പുനഃ പ്രാപുരതീവമോദം. അങ്ങനെയുള്ള ആ അതീവ വളരെ വിസ്മയപ്പെട്ട് നിൽക്കുന്നവരായിട്ടുള്ള അവർ ആരൊക്കെ? ഗോപ്യശ്ച ഗോപസ്ത്രീകൾ, ഗോപന്മാർ, പിന്നെയോ കില നന്ദമുഖ്യാഹ. നന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദഗോപർ, മുഖ്യ അങ്ങനെ ഉള്ള മറ്റുള്ള പ്രമുഖരായിട്ടുള്ളവരും. നന്ദഗോപരും മറ്റുള്ളവരും അവിടെ കൂടിയവരൊക്കെയും പ്രമുഖർ തന്നെയാണ്. കാരണം എന്താ, അവരൊക്കെ തേടിയെത്തിയിരിക്കുന്നത് പൊന്നുണ്ണിയെ കാണാനാണ്. ഭഗവാനെക്കുറിച്ച് വിചാരം ചെയ്യുന്നവരോ ഭഗവാനെ തേടി അലയുന്നവരൊക്കെയും എന്നും ഭഗവാന്റെ കണ്ണിൽ പ്രമുഖർ തന്നെയാണ്, വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് ദൂരെ മാറി ഭഗവാൻ അതീതമായി മറ്റു പലതുമാണ് തങ്ങൾക്ക് മുഖ്യമെന്ന് കരുതുന്നവരൊക്കെയും ഭഗവാന് പ്രിയപ്പെട്ടവരാകാതിരിക്കുന്നില്ല. പക്ഷേ ഭഗവാന്റെ ആ കാരുണ്യത്തെ അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യം അത്രയധികം സിദ്ധിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവർ ശാന്തരായി ഭഗവാൻ ഇപ്പോൾ ഈ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാൻ എങ്ങനെയാണോ അതിനെ നേരിട്ടത് അതുപോലെ ഒരു ശാന്തഭാവത്തിൽ തങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ നേരിടാനുള്ള ഒരു ശക്തി ഭഗവാൻ നൽകുന്നത് നമുക്ക് കാണാം. ഭഗവാന്റെ ഭക്തർക്ക് പലരും പറയാറുണ്ട്, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കൂടുതലാണ് അത്രേ. ഭഗവാൻ ജീവിതത്തിൽ നേരിട്ടത്രയും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യ ജീവന് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമുക്കൊക്കെ കിട്ടുന്നത് എത്രയോ തുച്ഛമാണ്, എത്രയോ ചെറുതാണ്. ഭഗവാൻ എത്രയോ വലിയ വലിയ സങ്കടങ്ങളാണ് നേരിട്ടിരിക്കുന്നത്. പക്ഷേ ആ ഭഗവാൻ അപ്പോഴൊക്കെയും കാണിച്ചു തന്ന ഒരു ശാന്തഭാവം, ആ ഒരു ശുഭപ്രതീക്ഷ ഭഗവാന്റെ ഭക്തർക്കൊക്കെയും തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടുമ്പോഴും ആ ഒരു ശുഭവിശ്വാസത്തോടു കൂടി, ഭഗവാനെങ്കിലുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ശാന്തമായി അതിനെ നേരിടാൻ കഴിയുന്നു. അതിനുള്ള ശക്തി ഭഗവാൻ കൊടുക്കുന്നു. അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത തന്നെ ഭഗവാന്റെ. അപ്പോൾ ഇവിടെ പറയാണ്, ഗോപന്മാരും ഗോപസ്ത്രീകളും നന്ദഗോപരാദിയായിട്ടുള്ള അവിടെ കൂടിയിരുന്ന എല്ലാ മുഖ്യർ തന്നെയാണ് എന്ന് പറയുകയാണ്. ലബ്ധ്വാ പുനഃ പ്രാപുരതീവമോദം. ലബ്ധ്വാ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട്, എങ്ങനെ? വീണ്ടും ലഭിച്ചിട്ട്. ഒരിക്കൽ ശാന്തമായിരുന്നു, ആ നദി ഇടയ്ക്കൊന്ന് കലങ്ങി ഒഴുകി
വീണ്ടും ശാന്തമായതാണ് ലബ്ധ്വാ പുനഃ എന്ന് പറഞ്ഞത്. വീണ്ടും ലഭിച്ചിട്ട് ആ ശാന്തിയെ ലഭിച്ചു. പിന്നെയോ പ്രാപുരതീവമോദം. പ്രാപുഹു അതീവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാപുരതീവ. പ്രാപു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു അഥവാ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെ? അതീവമോദം, അത്യധികം സന്തോഷം. അതീവ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് എന്നുള്ളത്, മോദം സന്തോഷം. ആ ഒരു വർദ്ധിച്ച സന്തോഷത്തിലേക്ക് വീണ്ടും നന്ദഗോപരും മറ്റുള്ള ഗോപസ്ത്രീകളും ഗോപന്മാരും അവിടെ കൂടിയിടുന്നവരും എല്ലാവരും തന്നെയും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രാദായ മാത്രേ പ്രതിഹൃത്യ വിസ്മിതാ കൃഷ്ണം ച തസ്യോരസിലംബമാനം തം സ്വസ്തിമന്തം പുരുഷാദനീതം വിഹായ സാ മൃത്യുമുഖാത് പ്രമുക്തം ഗോപ്യശ്ച ഗോപാഃ കില നന്ദമുഖ്യാ ലബ്ധ്വാ പുനഃ പ്രാപുരതീവ മോദം. ഇനി അടുത്തത് 31-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു. ഇവിടെ നോക്കൂ, ആ അസുരൻ്റെ മാറിൽ നിന്നും എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോഴും ആ തവിടുപൊടിയായി കിടന്ന മനുഷ്യരെ തിന്നുന്ന അസുരൻ്റെ ആ ദേഹത്തിൽ നിന്നും ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്നത് ഇവിടെയും ഗോപസ്ത്രീകളാണ്. ആ പൂതനയുടെ ലീല, പൂതനാമോക്ഷൻ ലീലയിലും നമ്മൾ കണ്ടിരുന്നു, ഗോപസ്ത്രീകളാണ് ഭഗവാനെ എടുത്തുകൊണ്ട് വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും അഥവാ ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പോലും തങ്ങളുടെ ഉണ്ണിയാണ് തങ്ങൾക്ക് മുഖ്യം എന്ന്, അല്ലെങ്കിൽ തങ്ങളുടെ ആ ഇഷ്ടക്കൂടുതൽ മുഴുവൻ അവിടെ ഓരോ ഘട്ടത്തിലും ഗോപസ്ത്രീകൾ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടി കാണിക്കുകയല്ല, അവരറിയാതെ അങ്ങനെ ഒരു ഘട്ടത്തിലും തങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് ചാടി പുറപ്പെടുന്നത് നമുക്ക് കാണാം, ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് കാണാം. രക്ഷിക്കുക, തങ്ങളുടെ ഉണ്ണിയെ രക്ഷിക്കുക, തങ്ങളുടെ ഉണ്ണിക്ക് ഒരാപത്തും വരരുത്, ഇത് മാത്രമാണ് ആ ഗോപസ്ത്രീകളുടെ ലക്ഷ്യം. ഒന്നിനു വേണ്ടിയല്ലാതെ ഉള്ള ഭഗവാനോടുള്ള അതിയായ പ്രേമം, പ്രേമഭക്തി നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മളൊക്കെ ഭഗവാന്റെ കാര്യം, അതോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാൽ ഭഗവാന്റെ കാര്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ബുദ്ധിമുട്ടുകളുടെ പിന്നാലെ പോകുമ്പോൾ ഇവിടെ ഗോപസ്ത്രീകൾ കാണിച്ചു തരുന്നു, അതൊക്കെ രണ്ടാമത്, ആദ്യം ഭഗവാൻ തന്നെ എന്ന് കാണിച്ചു തരികയാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.